ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേയിലെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ മോളെ നഴ്സറി കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി മഴയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് പെയ്യുന്നത്. കാറ്റും മഴയൊക്കെ തന്നെയാണ് ഡെയിലി ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മോളെയും കൊണ്ട് നഴ്സറിയിലേക്ക് പോവാണ്. ഒരു നല്ലൊരു കുന്നാണ്. ഈ കുന്ന് കയറി കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾ നഴ്സറിയിലേക്ക് എത്തുക. അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യും. കാരണം എന്താ പറയുക, ഒരു കാട്ടിൻ്റെ അടുത്തുകൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുക. കുറേ ചീമൂളിൻ്റെ സൗണ്ടും ഒരു വല്ലാത്തൊരു സൗണ്ടൊക്കെയാണ് നമ്മൾ കേൾക്കുക. നല്ല സുഖമായിട്ട് അതിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോവുക. ഞാൻ മോളെയും കൊണ്ട് നഴ്സറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ കുന്നുമ്മൽ കോടൂർക്കുന്ന് നഴ്സറി എന്നൊക്കെ പറയും, പേരതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളെയും കൂടെ ഞാൻ നഴ്സറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ മോളെ നഴ്സറിയിലാക്കിയിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. കാരണം ഞാനങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നില്ല, ടീച്ചർമാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ വെച്ചിട്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇന്ന് അവിടെ അന്നൊരു പോഷകാഹാരത്തിൻ്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത്. ഞാനും അതിനാണ് പോയത്. അപ്പോൾ മോൾ അവിടെ ആക്കിയിട്ട് അവിടെ നിന്ന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ മോളെ അങ്ങ് കൂട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നഴ്സറി ഇല്ലേനോ, ഒന്ന് പോഷകാഹാര പരിപാടി കൊണ്ട് നഴ്സറി അങ്ങ് വിട്ടിരുന്നു. അപ്പോൾ ഞാനതാ മോളെയും കൂട്ടി തന്നെ തിരിച്ചു വരികയാണ്. മോളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ അവർക്കൊരു പ്രത്യേക ഫീലല്ലേ, ചെറിയ മക്കളല്ലേ. അപ്പോൾ അവർക്ക് എല്ലാം കാണിച്ചു കൊടുത്ത് അതെന്താ ഇതെന്താ അതൊക്കെ ചോദിക്കും. അതിനിടയിൽ കൂടി അതൊക്കെ പറഞ്ഞു കൊടുക്കും. പോകാൻ ഭയങ്കര മടിയാട്ടോ. എന്താ പറയുക, രാവിലെ തുടങ്ങും കരച്ചിൽ, പിന്നെ ശരിയായി വരുമല്ലോ. പിന്നെ അവിടെ പോയി ടീച്ചറൊക്കെ കണ്ട് എല്ലാം സംസാരിച്ചൊക്കെ റെഡി ആയാലേ ആളൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ തന്നെ വീട്ടിലേക്ക് എത്താനായി. ഇപ്പം മോളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. പോകാൻ ഭയങ്കര സാഡ് മൂഡിലാണ് പോവുക. തിരിച്ച് വരുന്നവരാണെങ്കിൽ നല്ല ഹാപ്പിയിലുണ്ടാകുക. അങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ അവളെ കൂട്ടുന്ന ഒരു ചെറിയൊരു ഭാഗ്യയിലിട്ടാണ്. ഇതാണ് സ്ഥിതി. രാവിലെ പോകുന്നേരം വൈകുന്നേരം ഇതാവളത്തെ സ്ഥിതി. ഇപ്പം നോക്കിയാലും കരച്ചിലാണ്. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത് പെട്ടെന്ന് എന്താ പറയുക, ഒരു കുതിരനെ കണ്ട് ഞങ്ങൾ വല്ലാത്തൊരു അതിശയപ്പെട്ടു പോയി. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു കുതിരനെ കാണണമെങ്കിലൊക്കെ വീഡിയോയിലോ ടി വിയിലോ അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഇതിപ്പോൾ എൻ്റെ മക്കളെ കാലമായി നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പ് തന്നെ കുതിരനെ വരെ കാണേണ്ട ഒരു ഭാഗ്യം തന്നെ കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ആരോന്നറിയില്ല, ആരോ കൊണ്ടുവച്ച് കെട്ടിയതാണ്. നല്ലൊരു അടിപൊളി കുതിര, നല്ല അടിപൊളി മുടിയൊക്കെ ഉള്ള നല്ല സ്റ്റൈലും കുതിരയാണ് കേട്ടോ. നല്ല ഒന്നും ആക്കില്ല, വേദന ഉപദ്രവിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ നോക്കിയാൽ അതിൻ്റെതായ പാടിനാനും പുല്ലൊന്നും ഞാൻ നോക്കിയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ക്യൂരിയോസിറ്റി. കാരണം ഓരോന്നും കണ്ടിക്കില്ല, നേരിട്ട് ഇങ്ങനെയൊന്നും കണ്ടിക്കില്ലല്ലോ, ചിത്രത്തിലൊക്കെ കാണിച്ചു കൊടുക്കാമെന്നല്ലാണ്ട് നേരിട്ട് ഈ കാണുന്നതൊക്കെ ഇങ്ങനെയല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടേരെ കുറേ നേരം അതൊക്കെ നോക്കി. ഇതിൻ്റെ വീടിന് തൊട്ട് മുമ്പിലാണ് കേട്ടോ ഈ കുതിരനെ കൊണ്ട് ചീട്ടിട്ടുള്ള 2 ഉണ്ട്. ഒന്ന് അപ്പുറത്താണുള്ളത്, അങ്ങോട്ട് ഞാൻ പോയില്ല. ഇത് വേറെ ഒന്നാണ്. ഇതാണത്. ആ കുതിര വിട്ട് തൊട്ട മുമ്പിൽ ഞാൻ കൊണ്ട് എടുത്തതാണ് കേട്ടോ. നല്ലൊരു കുതിര കേട്ടോ. അത് അങ്ങനെ ആക്രമിക്കാനോ മേലേക്ക് വരികയോ നമ്മൾ കുത്താൻ വേണ്ടി വരികയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ ഹെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല വൃത്തി, നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിലൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒന്നും ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ മോളോട് ഞാൻ പറയാം, മോൾ അതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുക, ഞാൻ വീഡിയോ എടുക്കട്ടെ നട്ടത് ഭയങ്കര പേടി തന്നെ. അപ്പോൾ അത് മോള് കുറേ ആയി പറയുന്നത് ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണമെന്ന് തന്നെ പറയുന്ന മോള്. സാധാരണ പൊതുവേ ആൺകുട്ടികളാണ് പറയൽ. ഇപ്പോൾ എൻ്റെ മോള് കുറേ ആയിട്ട് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമാണ്, സ്പൈഡർമാൻ്റെ ഫാനാന്നൊക്കെ പറയാം. അപ്പോൾ ഞാനൊരു ആമസോണിൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് കണ്ടു നോക്കുമ്പോൾ ആൾ പറയണ്ട, ഫുള്ള് ഹാപ്പി, അതൊന്ന് പൊട്ടിച്ച് കിട്ടിയാൽ മതി എന്നുള്ള രീതിക്കായി. പിന്നെ അത് അതിനെടുത്ത് തുറന്നു നോക്കാണ്. അപ്പോൾ ഒക്കെ തുള്ളിക്കളിക്കാവുന്ന സ്പൈഡർമാൻ എന്ന് പറഞ്ഞിങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടം. സാധാരണ ബാർബിനോടൊക്കെയാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും. പക്ഷേ അവൾക്ക് അധികം ഇഷ്ടം ഉണ്ടായത് എന്തുകൊണ്ട് സ്പൈഡർമാനോടൊക്കെയാണ് ഇഷ്ടം വന്നത് എന്താണെന്നറിയില്ല. ചിലരങ്ങനെ ആയിരിക്കല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഫുള്ള് ആൾ ഹാപ്പി. അത് എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് കിട്ടണം എന്നുള്ളത് ഉണ്ടായി. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് കാണിച്ചു നോക്കുമ്പോൾ പിന്നെ അത് ഇടണം എന്നുണ്ടായി. അപ്പോൾ ഞാനത് ഇട്ടെടുത്ത് 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നതാണ്. അല്ല വീഡിയോ ആണ്, അപ്പോൾ ഓടിക്കളി. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിന്ന് പിന്നെ സ്പൈഡർമാൻ്റെ ഓരോരോ കളിയൊക്കെ ആയി. അങ്ങനെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ഇനിയും
നിങ്ങളൊന്ന് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഒരു ലൈക്ക് ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഇവിടെ കുട്ടി സ്പൈഡർമാൻ ഇതെങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ പിടിച്ച് കയറാനുള്ള ശ്രമത്തിലാണ്. സ്പൈഡർമാൻ ഡ്രസ്സ് കിട്ടി അത് ഇട്ട് നോക്കുമ്പോൾക്ക് ഓൾ തന്നെ ഒരു സ്പൈഡർമാനായിട്ടാണ് അവർക്ക് തോന്നുന്നത്. കുട്ടികളങ്ങനെയാണല്ലോ. അപ്പോൾ അവരിഷ്ടപ്പെട്ട ഒരാളെ അവർ അനുഗ്രഹിക്കുന്നവരോ അതുപോലെ തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓരോ കാര്യത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാ കുട്ടികളെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ നല്ല ഓരോന്നോരോന്നിനെ പിടിച്ച് സ്പൈഡർ ഉണ്ടോ നോക്കി നടക്കുകയാണ്. ശരിക്കും ഗേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അന്നേരം മോള് പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ഓട്ടണം എന്ന് പറഞ്ഞ് സ്പൈഡർമാൻ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഞാൻ സൈക്കിൾ കൊടുത്തിട്ട് റോട്ടുമേൽ വെച്ച് കൊടുത്താണ്. പിന്നെ ഓളെ ചവിട്ടി കുറച്ച് നേരം അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഓരോ നേരം ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. ഒരു ഫണ്ണി ഡേ ആയിട്ടാണ് അന്ന് കഴിഞ്ഞു പോയത്. അപ്പോൾ സൈക്കിൾ ഓട്ടണം എന്ന് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് നേരം ഇങ്ങനെ സൈക്കിളൊക്കെ ഓട്ടുകയാണ് കേട്ടോ. എന്തായാലും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊക്കെ വരുന്നുണ്ട്, ഇൻഷാ അല്ലാ, പ്രതീക്ഷിക്കാം. പിന്നെ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടട്ടെ. പിന്നെ ഓരോ വീഡിയോ എടുക്കാൻ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മടിയൊക്കെ ആയിരിക്കുമല്ലോ. ഇങ്ങനെ എടുക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഓരോരോ തിരക്കിലായി പോകും. അങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം അവളെ കുട്ടികളതായത് ഒരു വൈകുന്നേരം ഈവനിങ്ങിൽ അവരുടേതായ ലോകത്തല്ലേ. പിന്നെ അവർ ഫുള്ള് കളി, സൈക്കിളോട്ടം ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാകുക. എല്ലാവരും നോക്കുക കേട്ടോ. അവിടെ എവിടെയുള്ളവരൊക്കെ വന്ന് നോക്കുകയാണ് ഇതാരാണ് സ്പൈഡർമാൻ സൈക്കിൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആകെ കൊളാക്കി. പിന്നെ എങ്ങനെയാണെന്നറിയില്ല, ഓൾ തന്നെ വേഗം മതിയെന്ന് വേഗം അകത്തേക്ക് പോയി. എല്ലാവരും ഇങ്ങനെ നോക്കി ഒന്ന് ചിരിക്കുക. അപ്പോൾ വേഗം തന്നെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ആണ് ഈ ഡ്രസ്സ് അന്ന് കഴിച്ചിക്കേയില്ല. ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാനെ. പിന്നെ അതോടെ കഴിച്ചിക്കേയില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല, ഓരോ ഇഷ്ടത്തിന് വേണ്ടി കളിക്കുന്നതല്ലേ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ എൻ്റെ സിസ്റ്റർ വന്നിരുന്നു. അപ്പോൾ സിസ്റ്ററും മോളെ വന്ന സമയത്ത് ഒരു കേക്ക്, ചെറിയൊരു കേക്കൊക്കെ വാങ്ങി. അവർക്ക് കുട്ടികളെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങി അവരുടെ മുന്നിൽ തന്നെ കട്ട് ചെയ്യാണ്. അവർക്കത് ഭയങ്കര ഇഷ്ടം. കുട്ടികൾ കേക്ക് കട്ട് ചെയ്യുക, ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതല്ലേ, സന്തോഷമല്ലേ. അപ്പോൾ അതാ രണ്ടാൾ കൂടി എന്നിട്ട് ആ കേക്കൊക്കെ ഒന്ന് മുറിക്കുകയാണ്. സിസ്റ്റർ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചെടുക്കുകയാണ്. അപ്പോൾ ആരെ ബർത്ത്ഡേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരെന്നെ തന്നെ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി അവരെന്നെ കട്ടയാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. ഇന്ന് ഇതൊക്കെ ഉള്ളൂ. ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ, ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് ഒരു കമൻറ്റെങ്കിലും അറിയിച്ചതിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും എന്തെങ്കിലും ഒന്ന് കമൻറ്റാക്കി അറിയിക്കട്ടോ. പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും ഇൻഷാ അല്ലാ. എല്ലാം നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദി. കമൻറ്റ് അറിയിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.